തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൺവെൻഷന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഹംസ ഇരിക്കുന്നിൽ നിർവഹിച്ചു. തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വേലായുധന്റെ അധ്യക്ഷതയിൽ ചേർന്ന തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേഷൻസ് അസോസിയേഷന്റെ ജില്ലാതല കൺവെൻഷൻ തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കില് 12 കൊല്ലമായിട്ട് 13 കൊല്ലമായിട്ട് ആ സ്റ്റാൻഡിൽ നിൽക്കുക, ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ബസ്സുകളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട. നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിയിലോ വേറെ ഏതെങ്കിലും തൊഴിലിടങ്ങളിലോ തൊഴിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുക. ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടുക? എവിടെയെങ്കിലും ജോലി ചെയ്യണം. അപ്പൊ എവിടെയെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ ജോലി ചെയ്യാൻ ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ജോലിയില്ല. അതുപോലെയാണ് നമ്മളെ ഈ വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഇനി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ സ്വാഗത ഭാഷണം നടത്തി. സ്വകാര്യ ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ച് സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് രാജ്കുമാർ കരുവാരത്ത് വിഷയാവതരണം നടത്തി. അനിയന്ത്രിതമായ ഡീസൽ വർധനവ്, അനുബന്ധ സ്പെയർ പാർട്സുകളുടെ വില വർധനവ് തുടങ്ങിയവ കാരണം സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് നേരിട്ടും പരോക്ഷമായും തൊഴിൽ നൽകുന്ന ഒരു മേഖല എന്ന നിലയ്ക്ക് ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉടമകളെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. പൊതുഗതാഗതം സംരക്ഷിക്കാതെ വരുമ്പോൾ നാം ഇന്ന് അനുഭവിച്ചു വരുന്ന യാത്രാ സൗകര്യം പോലും ഇല്ലാതാവും എന്നുള്ളതാണ് വസ്തുത. പൊതുഗതാഗതം സംരക്ഷിക്കുക, വർഷങ്ങളായി ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവ് ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക, ഇത്തരം കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സ്വീകരിക്കുന്ന ഏത് തീരുമാനങ്ങൾക്കും ഇന്നു ചേർന്ന തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മെമ്പർമാരുടെ ജില്ലാതല കൺവെൻഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കൺവെൻഷനിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ചിമ്നറാണി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കളായ രാജ്കുമാർ കരുവാരത്ത്, പാലമുറ്റത്ത് വിജയകുമാർ, ലോറൻസ് ബാബു, പി മോഹനൻ, ടി എം സുധാകരൻ, കൊട്ടയോടി വിശ്വനാഥൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് സംഘടനയുടെ സെൻട്രൽ കമ്മിറ്റി അംഗം കെ ജിനചന്ദ്രൻ നന്ദി പറഞ്ഞു.